ഹലോ, നമ്മൾ ഒരുമിച്ച് ഇന്ന് ഈ ചക്കിപ്പൂച്ചനെയാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ പേര് ടീനു. കേക്ക് സ്മിത്ത് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ഹെഡാണ്. അപ്പം അതിനാവശ്യമായിട്ടുള്ള ഫോണ്ടന്നെ നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം. അങ്ങനെ നല്ല സോഫ്റ്റായി കിട്ടിയതിന് ശേഷം CMC വേണമെങ്കിൽ CMC ആഡ് ചെയ്യുക. ഒരുപാട് CMC ആഡ് ചെയ്യേണ്ട, ആവശ്യമുള്ളത്ര ആഡ് ചെയ്യാവുള്ളൂ. ഇപ്പം നല്ല വെയിലും ചൂടുമൊക്കെ ആയതുകൊണ്ട് ഫോണ്ടൻ്റ് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഒത്തിരി CMC ഇടണ്ട കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പം നന്നായിട്ട് പ്രഷർ കൊടുത്ത് വേണം ഉരുട്ടിയെടുക്കാൻ. ഉള്ളിൽ എയർ ഹോൾസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഹെഡിൻ്റെ ഷേപ്പിൽ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ഗ്ലൗസ് വെച്ച് നമ്മൾ ഉണ്ടാക്കുമ്പം അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യാൻ നോക്കുമ്പം ആ ഒരു സ്മൂത്ത്നെസ് കിട്ടത്തില്ല. ചെറിയ ചെറിയ ഇങ്ങനെ പാടുകളൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് മാറ്റിയത്. ഹെഡ് നല്ല ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിന്നിൻ്റെ പോർഷനാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആ ഫോണ്ടൻ്റ് ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഫേസിൻ്റെ എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. അത് നമ്മളിപ്പോൾ ഉരുട്ടി വെച്ചിട്ട് വേറെ പരിപാടിക്കൊന്നും പോകാതെ ആ ഫേസിൻ്റെ പോർഷൻസ് ഫുള്ള് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ അടുത്ത പരിപാടിക്ക് പോകാവുള്ളൂ. അല്ലെങ്കിൽ അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൽ ഷേപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ക്രാക്ക് വീഴും, ഷേപ്പായി കിട്ടത്തൊന്നുമില്ല കേട്ടോ. ഹെഡ് കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ചെവിയല്ലേ. പൂച്ചയുടെ നല്ല സുന്ദരമായ ചെവികളല്ലേ, അതാണ് അടുത്തത്. അപ്പം ആദ്യം നമ്മൾ കുറച്ച് ഫോണ്ടൻ്റ് എടുത്തൊന്ന് ഷേപ്പൊക്കെ ചെയ്തിട്ട് നമ്മൾ വെച്ച് നോക്കണം കറക്റ്റ് ആണോ എന്ന്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ ഉണ്ടാക്കിയ ആ ബോഡിക്ക് അത് മാച്ച് ആവുന്നുണ്ടോ, സ്യൂട്ട് ആവുന്നുണ്ടോ എന്ന് വെച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പം ഞാൻ വെച്ച് നോക്കിയപ്പോൾ എനിക്കത് വലുതായിട്ട് തോന്നി. അപ്പം ഞാൻ വീണ്ടും അതിനെ ചെറുതാക്കാൻ പോവാം. അല്ലാതെ അത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇനി അത് മതി എന്നും പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പെർഫെക്റ്റ് ഒരു ക്യൂട്ടായിട്ടുള്ള ആ ഒരു സംഭവത്തിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഓരോ പോർഷൻസും ഓരോ ബോഡി പാർട്സും വെച്ച് നോക്കി അതിന് സ്യൂട്ട് ആവുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് വേണം നമ്മളെപ്പോഴും ഉണ്ടാക്കാൻ. പിന്നെ ഉണ്ടല്ലോ, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ബോഡി പാർട്സ് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമല്ലോ. ഇപ്പോൾ ചെവി, മൂക്ക്, അതൊക്കെ നമ്മൾ ആ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പം ഫോണ്ടൻ്റ് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ അറ്റാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ ഡ്രൈ ആയതിനു ശേഷം നമ്മളത് ഒട്ടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഒട്ടിയിരിക്കാൻ, സ്റ്റിക്കായിട്ടിരിക്കാൻ ഭയങ്കര പാടായിരിക്കും. പെട്ടെന്ന് അത് ഊർന്നു പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫോണ്ടൻ്റ് സെറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതെല്ലാം ഒട്ടിച്ച് സെറ്റാക്കി വെക്കാൻ ശ്രദ്ധിക്കണേ. നമ്മളിങ്ങനെ ചെവിയൊക്കെ വെച്ച് കൊടുക്കുമ്പോഴല്ലോ നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഫേസിലേക്ക് ഒത്തിരി പ്രഷർ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഷേപ്പ് മാറിപ്പോകും. നമ്മുടെ ഫേസ് അല്ലെങ്കിൽ ഹെഡ് ഒന്നും അവിടെ സെറ്റായിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ഞെക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഒരുപാട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ ചെവി രണ്ടും ഇനി അവിടെ ഇരുന്ന് ഉണങ്ങിക്കൊള്ളും. ഞാൻ വെള്ളം വെച്ചിട്ടാണ് എപ്പോഴും ഒട്ടിക്കാറ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗം യൂസ് ചെയ്യാവേ. ഇനി നമുക്ക് ബോഡി ഉണ്ടാക്കാം. നമ്മുടെ ചക്കിപ്പൂച്ച കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ വേണം ബാക്കി നമുക്ക് ബോഡി പാർട്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. ഞാൻ ഈ കേക്കിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് കുറേ തള്ളൊക്കെ തള്ളിയായിരുന്നു. പക്ഷേ ചില സാഹചര്യങ്ങളിൽ സമ്മർദ്ദം മൂലം കുറച്ച് ലേറ്റായി പോയി കേട്ടോ. നമ്മുടെ ബോഡി ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് എന്തായിരുന്നു? വാലാണോ? വാലല്ല, ഓക്കെ. കൈയും കാലും നമ്മൾ ഉണ്ടാക്കുമ്പോഴും നമ്മൾ പൂച്ച കിടക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കണേ. കൈയിലേക്കാണ് ഹെഡ് ബാലൻസ് ചെയ്ത് നിൽക്കേണ്ടത്. അപ്പോൾ കൈക്ക് കുറച്ച് വണ്ണം കൂട്ടി ചെയ്യണേ. ഈ ബിഗിനേഴ്സ് ഫോണ്ടൻ്റെ വർക്കൊക്കെ കാണുമ്പം കണ്ടു പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ കുറേ പേടിച്ചിട്ടുണ്ട് ആദ്യ സമയത്ത്. നമ്മൾ ഫസ്റ്റ് നമ്മളൊരു ഫോണ്ടൻ്റ് എടുത്ത് അതിനെ ഉണ്ടാക്കാൻ നോക്കുമ്പം അത് പെട്ടെന്ന് നമുക്ക് അങ്ങനെ വഴങ്ങി തട്ടുന്നില്ല. നമ്മൾ പുതിയതായിട്ടൊരു മെഷീൻ നമ്മൾ അതിനെ പ്രവർത്തിപ്പിച്ച് തുടങ്ങുമ്പോൾ അതിനെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കറിയത്തില്ല അതെങ്ങനെ പ്രവർത്തിക്കണേ എന്നുള്ളത്. നമ്മളതിനെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ ഫോണ്ടൻ്റും. അവൻ്റെ നേച്ചർ, അവൻ്റെ ക്യാരക്ടർ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുത്തതിന് ശേഷം പിന്നെ കുറേ തവണ നമ്മൾ ഉണ്ടാക്കി നോക്കിക്കഴിയുമ്പം അത് നമ്മുടെ ഒരു വഴക്കത്തിൽ എത്തും. നമ്മളുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആവും. അപ്പം കുറച്ചുകൂടെ നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. അപ്പം ചെയ്യാതെ നമുക്കൊരിക്കലും ഇത് നേടിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും ആദ്യ സമയത്ത് ഈ ഫോണ്ടൻ്റെ വർക്കൊക്കെ വരുമ്പം ഓർഡർ കിട്ടുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മളിത് പഠിച്ചിട്ടൊന്നുമില്ല, അതിൻ്റെ ബേസിക്സ് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഒരു ക്യാരക്ടറിനെ കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് യൂട്യൂബിൽ അരിച്ച് പുറക്കും. പിന്നെ നൈറ്റ് അങ്ങ് ഇരിക്കും. നൈറ്റ് ഇരുന്ന് അങ്ങ് നേരം വെളുപ്പിക്കാറുണ്ട്. ഇത് ചെയ്ത് അത്യാവശ്യം ഒന്ന് വൃത്തിയായിട്ട് എടുക്കണമല്ലോ. അങ്ങനെ കസ്റ്റമർ കണ്ടു കഴിയുമ്പോൾ അയ്യേ എന്ന് പറയരുതല്ലോ.
ചിലപ്പോൾ നമുക്ക് തോന്നും ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് എടുക്കുന്നതിന് പകരം ആ സമയത്ത് നമുക്ക് 3-4 കേക്ക് വേറെ ചെയ്ത് കഴിഞ്ഞാൽ അതല്ലേ കുറച്ചുകൂടെ ലാഭമെന്ന്. ശരിയാണ്. പക്ഷേ നമ്മൾ അന്നേരം കൊടുക്കുന്ന ആ ഒരു എഫേർട്ട് പിന്നീട് നമുക്ക് വളരെ ഉപകാരപ്രദമായി തീരും. കാരണം വെച്ചാൽ അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കും. ആ ഒരു ശ്രമം, ആ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നീടുള്ള ജേർണിയിൽ ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യും. കുറച്ചുകൂടെ നമ്മുടെ വർക്കൊക്കെ ഈസി ആക്കി തരും. നമുക്ക് യൂട്യൂബിൽ തപ്പിയാൽ കിട്ടാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈവൻ ഒരു ഫോണ്ടൻ്റ് ഹ്യൂമൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിൻ്റെ കൈ, കാല്, കണ്ണ്, മൂക്ക്, ചുണ്ട് ഇതെല്ലാം സെപ്പറേറ്റ് ട്യൂട്ടോറിയൽസ് യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനും ഇതെല്ലാം കണ്ടു തന്നെയാണ് കുറേ കാര്യങ്ങൾ പഠിച്ചെടുത്തത്. ഈവൻ ചോറുണ്ണുമ്പോൾ വരെ ഞാൻ ഈ വീഡിയോസിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പഠിക്കാൻ പോയിരുന്ന കാലത്ത് ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ നീ വല്ല റാങ്ക് മേടിച്ചതിനോടി എന്നും പറഞ്ഞ് കെട്ടിയാൻ കളിയാക്കാറുണ്ടായിരുന്നു. പക്ഷെ നമ്മളിതിങ്ങനെ കാണുന്നതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നല്ല, കുറേ ഐഡിയാസ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. അത് നമ്മുടെ വർക്കിനെ കുറച്ചുകൂടെ എളുപ്പമാക്കി തരും. ഇപ്പം എനിക്ക് ട്യൂട്ടോറിയൽസ് കാണാതെ തന്നെ കസ്റ്റമർ തരുന്ന ഇമേജ് വെച്ച് തന്നെ ചെയ്യാനുള്ള കുറച്ച് ഐഡിയ ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഇത്രത്തോളം എത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ബൈ പ്രാക്ടീസ് തന്നെയാണ്, ചെയ്ത് തന്നെ നേടിയെടുത്തതാണ്. അപ്പം നിങ്ങളും അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ കൂട്ടിയാൽ കൂടുന്നതല്ല എന്നും പറഞ്ഞ് മാറി നിൽക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ കുറച്ച് അധികം സമയം എടുക്കുമായിരിക്കും, എന്നാലും ബൈ പ്രാക്ടീസ് ഇത് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഈ കാര്യത്തിലല്ല, എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ മുന്നിട്ട് ഇറങ്ങണം. വേറെ ആൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് കാത്തു നിന്ന് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ നോക്കിയിരിക്കത്തേ ഉള്ളൂ. എല്ലാവർക്കും ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായെന്ന് വരത്തില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് മുൻപോട്ട് അങ്ങ് ഇറങ്ങുക. നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് ആഞ്ഞു പിടിച്ചാൽ പോരാവുന്നതേ ഉള്ളെന്നേ ഇതെല്ലാം. നമ്മൾ പറഞ്ഞ് ഒരുപാട് അങ്ങ് കാട് കയറി പോയി. പൂച്ചയുടെ വാല് വരികയായിട്ടുണ്ട് കേട്ടോ. അപ്പം ആ പൂച്ചയുടെ നമ്മൾ ഫ്രണ്ടിലത്തെ കൈയില്ലേ, 2 കൈയിലാണ് ഹെഡിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡ് ആ ഒരു കയ്യിൽ താങ്ങി നിർത്തണം. അപ്പോൾ അതിനുള്ള ഒരു വണ്ണത്തിൽ വേണം കേട്ടോ ആ കൈയൊക്കെ ഉണ്ട്. ഈ വാലൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പം അപ്പോഴേ തന്നെ അങ്ങ് വെള്ളമോ അല്ലെങ്കിൽ ഗമ്മോ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അതവിടെ ഒട്ടിയിരുന്നോളും. ആ ശരീരത്തോട് ചേർത്ത് ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പം അതവിടെ ഫോണ്ടൻ്റ് ഡ്രൈ ആവുന്നതിനൊപ്പം ഇത് എല്ലാം അവിടെ സെറ്റായിട്ടിരുന്നോളും. ഫോണ്ടൻ്റ് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ ഒട്ടിക്കാൻ നമ്മൾ പെടാപ്പാട് വരുന്നത്. എന്തോരം വെള്ളം തോത്തു കഴിഞ്ഞാലും ഒട്ടത്തില്ല, പെട്ടെന്ന് പറഞ്ഞു. ശരിക്കും ഈ മറ്റേ സ്റ്റാൻഡിങ് അനിമൽസിനേക്കാളും ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഉറങ്ങുന്ന സ്ലീപ്പിംഗ് അനിമൽസൊക്കെയാണ്. അതാകുമ്പം സേഫുമാണ്. നമ്മളിതിനെ കാലിനെയൊക്കെ കുത്തി നിർത്തണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. വെയിറ്റൊക്കെ താങ്ങാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഉറങ്ങുന്ന അനിമൽസൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പം. ഉറങ്ങുന്നത്, ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വർക്ക് പിടിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും എളുപ്പമാണ്, സേഫായിട്ട് അവിടെ ചെല്ലുകയും ചെയ്യും. അപ്പോൾ ഇതിന് കണ്ണൊക്കെ വരയ്ക്കാൻ നല്ല ഈസി അല്ലേ? അല്ലെങ്കിൽ കണ്ണ് തുറന്നിരിക്കുന്ന പൂച്ചേനെ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ കണ്ണൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര മെനക്കെടല്ലേ? അപ്പോൾ ഉറങ്ങുന്ന പൂച്ച ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ലൈനും കൊടുത്താൽ മതി. ഇനി കൈ വരയ്ക്കുന്ന പ്രശ്നമുള്ളവർ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പെയിൻറ്റിന് പകരം നിങ്ങൾ ഫോണ്ടൻ്റ് തന്നെ വെച്ച് ചെറുതായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഈ പെയിൻറ്റ് എന്ന് പറയുന്ന എല്ലാം എഡിബിൾ പെയിൻ്റ് ആണ് കേട്ടോ. ഈ ഫോണ്ടൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം എഡിബിൾ പെയിൻ്റ് ആണ്. അത് ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ എന്നോർത്തിട്ടാണ് എടുത്ത് പറയാത്തത് കേട്ടോ. ബ്ലാക്ക് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഷെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ ബ്ലാക്ക് കളറാണ്. ഈ നമ്മൾ വരച്ച് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, ശരിക്കും ഫോണ്ടൻ്റ് കുറച്ച് ഡ്രൈ ആയതിനു ശേഷം വരച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അതിങ്ങനെ പടരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കിങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ വരയ്ക്കാനും പറ്റത്തില്ല. ഈ നമ്മൾ ബ്രഷ് വെച്ച് ചെയ്യുമ്പം നന്നായിട്ട് ഇങ്ങനെ ഒഴുക്ക് കിട്ടത്തില്ല. പെയിൻറ്റ് ചെയ്യുമ്പോഴേ ഇങ്ങനത്തെ പ്രശ്നമുള്ളൂ. ഫോണ്ടൻ്റ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. പെയിൻറ്റ് ചെയ്യുമ്പം ആദ്യമേ ലൈറ്റായിട്ടൊന്ന് വരച്ചിട്ട് പിന്നെ അത് സെറ്റ് ആവുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡാർക്കൺ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ വെച്ച് ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എടുത്തിട്ട്, നല്ലൊരു ബ്രഷ് എടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്ത് തൂത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളും. അപ്പോൾ തന്നെ തൂത്ത് കളയണേ. ഒരുപാടിട്ട് ഇങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു പാട് വീഴും. പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് മായ്ച്ച് കളഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരത്തില്ല, ആ പാടങ്ങ് മാഞ്ഞ് പൊക്കോളും. ആദ്യമൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ കുടുകുടാന്ന് വിറയ്ക്കുമായിരുന്നു. ഇപ്പോഴും ടെൻഷൻ കയറി കഴിഞ്ഞാൽ കൈ വിറയ്ക്കും കേട്ടോ. ഇപ്പോൾ സമയം അങ്ങ് പോയി, കസ്റ്റമർ ഇപ്പോൾ എത്തും എന്നുള്ളൊരവസ്ഥയൊക്കെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ കൈയും വിറയ്ക്കാൻ തുടങ്ങും. അപ്പം ഞാൻ വരയ്ക്കുന്ന പരിപാടികൾ, വരയ്ക്കുക, എഴുതുക, ഈ പരിപാടികളിലെ ഏറ്റവും ആദ്യമേ അങ്ങ് ചെയ്ത് വെക്കും.
അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ധൃതി കൂട്ടി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കൈ നമ്മൾ പറയുന്നിടത്ത് നിൽക്കത്തില്ല. നമ്മുടെ ഇത് കണ്ണെഴുതി കഴിഞ്ഞപ്പം അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു ലൈൻ വന്നിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ. അത് ഞാൻ വേറൊരു ബ്രഷ് എടുത്തിട്ട് വെള്ളം കൊണ്ട് ഇപ്പോൾ തൂത്ത് കളയുന്നുണ്ട്. കണ്ടില്ലേ? നമ്മൾ ആ വെള്ളം കൊണ്ട് തൂത്ത് കളയുമ്പം ആ ബ്രഷ് വീണ്ടും വെള്ളത്തിൽ വെച്ചൊന്ന് കഴുകണം കേട്ടോ. കാരണം നമ്മൾ തൂത്തതിൻ്റെ ആ പാട് നമ്മുടെ ബ്രഷിലേക്ക് പിടിക്കും. അപ്പോൾ അതിനെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ തൂത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ സംഭവം അങ്ങ് പൊക്കോളും. കഴിഞ്ഞ ഏതോ ഒരു അനിമലിൻ്റെ വീഡിയോയിലാണെന്ന് എനിക്ക് തോന്നുന്നു, ഏതാണെന്ന് ഞാൻ മറന്നുപോയി. മൂക്കുണ്ടാക്കുന്ന കാണിച്ചില്ലെന്ന് ആരോ ഒരു പരാതി പറഞ്ഞായിരുന്നു. ഈ മൂക്കെന്ന് പറയുന്നത് ചെറിയൊരു സാധനമല്ലേ, അപ്പോൾ അത് ഈ ക്യാമറയ്ക്കകത്ത് പെടാനൊക്കെ ഇച്ചിരി പാടല്ലേ, അതുകൊണ്ടായിട്ടോ കാണിക്കാത്തത്. ഇത് ജസ്റ്റ് എടുത്തിട്ട് നമ്മൾ 2 കൈകളും യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊരു കോൺ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ത്രികോണം പോലെ ഞെക്കിയെടുക്കുക ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി ഈ മൂക്കൊട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് വെള്ളം അവിടെ ഒന്നും തൂക്കരുത്. വെള്ളം ഇനി ഒലിച്ചിറങ്ങി നമ്മുടെ മീശയും നമ്മുടെ കണ്ണും ഒക്കെ പടർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒട്ടിക്കാവുള്ളേ. ഇപ്പം നമ്മുടെ ചക്കിപ്പൂച്ച ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. പക്ഷേ അവനങ്ങ് ഫൈനൽ ലുക്കിൽ അങ്ങ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു സ്വരച്ചേർച്ച തോന്നി. നിങ്ങൾക്ക് തോന്നിയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് തോന്നി ആ ചെവി കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ആക്കാമായിരുന്നു എന്ന് തോന്നി. അത് കുറച്ചങ്ങ് ബാക്കിലോട്ട് ഇറങ്ങിപ്പോയതുപോലെ. അപ്പോൾ ഞാൻ വീണ്ടും അവിടെ ഇരുന്ന് ഉണങ്ങി സെറ്റായായിരുന്നു, ആ ചെവിനെ വീണ്ടും പറിച്ച് ഫ്രണ്ടിലോട്ട് എടുത്ത് വെച്ച് കേട്ടോ. ചുമ്മാ ഇതാണ് വട്ട്. ശരിക്കും വട്ട് തന്നെയാണ് കേട്ടോ. കാരണം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്കങ്ങനെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ശരിയാക്കിയില്ല ഒരു മനസ്സമാധാനം കിട്ടത്തില്ല. എന്നാലും അതൊന്ന് ശരിയാക്കാമായിരുന്നു എന്നിങ്ങനെ മനസ്സിലൊരു ഉന്മിഷ്ടം കിടക്കും. അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ മാറ്റിയിട്ടേ കൊടുക്കാറുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നില്ലായിരിക്കും, പക്ഷേ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഹെഡും ബോഡിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു പോർഷൻ അത് എവിടെയാണെന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് അവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. കേക്കിൽ വെച്ചതിന് ശേഷം ഹോൾ ഇടാൻ നമുക്ക് പറ്റത്തില്ല, പാടായിരിക്കും. ഇത് ഡ്രൈ ആയിട്ടിരിക്കുമായിരിക്കുമല്ലോ. പിന്നെ ഹെഡിൽ നമ്മൾ സ്റ്റിക്ക് വെച്ച് ഇപ്പോഴേ തന്നെ സെറ്റാകാൻ വെക്കുന്നതാണ് നല്ലത്. അതപ്പോൾ അവിടെ സ്റ്റിക്കായിട്ട് അവിടെ ഇരുന്നോളും, ഈർക്കിൽ പറഞ്ഞു പോരത്തില്ല, സ്റ്റിക്ക് പറഞ്ഞു പോരത്തില്ല, അവിടെ ഇരുന്നോളും. പിന്നെ നമ്മുടെ ചക്കിപ്പൂച്ചയ്ക്ക് വെയിറ്റ് കൂടുതലാണ്. അപ്പം കേക്കിന് മുകളിലേക്ക് വെക്കുമ്പം കേക്ക് ഇരുന്ന് പോകാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് കൊണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും എല്ലാം സേഫായിട്ട് അവിടെ ചെല്ലണമല്ലോ. അപ്പം നമ്മുടെ സ്റ്റിക്ക് കൊടുക്കുന്നത്, സ്റ്റിക്കിൻ്റെ നീളം കേക്കിൻ്റെ ബോർഡറിൽ കറക്റ്റ് കുത്തി നിൽക്കണം. എന്നുവെച്ചാൽ പൂച്ച പൊങ്ങിയിരിക്കരുത്, പക്ഷേ ആ സ്റ്റിക്ക് കേക്കിൻ്റെ ബോർഡറിൽ മുട്ടിയിട്ടുണ്ടായിരിക്കണം. അപ്പം വെയിറ്റ് കേക്കിനകത്തേക്ക് വരത്തില്ല. പിന്നെ 2 സ്റ്റിക്ക് കൊടുക്കാനും മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ പൂച്ച ഒരു കാരണവശാലും അവിടെ നിന്ന് അനങ്ങാൻ പാടില്ല. അവിടെ എത്തുന്നവരെ ഈ ഉറക്കം തന്നെയായിരിക്കും. ഞാൻ ഈ കേക്കിൻ്റെയും ഈ ബോയുടെയും മേക്കിംഗ് വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സജഷൻസ് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.